ആഹാ കിട്ടിപ്പോയി. ആഹാ വട വണ്ടി നിർത്ത്. എടാ വണ്ടി നിർത്താൻ. പെർഫെക്റ്റ്. ഇതുപോലുള്ള ഒരു വീടാണ് എനിക്ക് വേണ്ടത്. ആഹാ എന്താ സാർ വേണ്ടത്? ഞാൻ വെള്ളക്കാരുടെ കാലം തൊട്ടേ ഉള്ള ഒരു വലിയ ഡയറക്ടറാണ്. എന്റെ പേരാണ് സഞ്ജയ് ലീല രോഹിത് ഷെട്ടി. ആഹാ ഞങ്ങളുടെ ഈ പടം ഷൂട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഈ വീട് ഞങ്ങൾക്കൊന്ന് വേണം. വെറും 5 മിനിറ്റത്തെ ഷൂട്ടിങ്ങേ ഉള്ളൂ. മാഡം പറഞ്ഞതല്ലേ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല എന്ന്. അവര് പറഞ്ഞിട്ടില്ലേ ആകെ 5 മിനിറ്റത്തെ ജോലിയേ ഉള്ളൂ. ഒരു 5 മിനിറ്റത്തെ ഷൂട്ടിംഗ് മാത്രമേ ബാക്കിയുള്ളൂ. ദയവായി മനസ്സിലാക്കൂ അത്. എങ്കിൽ ഷൂട്ട് ചെയ്തോട്ടെ സോർദാറേ, പ്ലീസ്. ജോർദാറെ ഷൂട്ടിംഗ് കണ്ടിട്ട് ഒരുപാട് നാളായി. ശരിയെന്നാ, എന്നാൽ പെട്ടെന്ന് തീർക്കണം കേട്ടോ. ആഹാ തീർത്തു തരാം. വേഗം ടീമിനെ വിളിക്ക്. ആഹാ നമ്മുടെ ടീമിനെയും കൊണ്ട് വേഗം ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് വന്നേക്ക്. അഡ്രസ് 5 മിനിറ്റത്തെ ജോലിക്ക് വേണ്ടി ഇത്രയും പേരോ? ആഹാ എല്ലാവരും വേഗം ഇൻട്രൊഡക്ഷൻ കൊടുക്ക. മിസ് പീസ് ഹീറോ. ഞാനാണ് ഈ പടത്തിന്റെ ഹീറോ. ഹലോ ടു ഓൾ ഫാൻസ്. സീൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ വീട്ടിൽ ഒറ്റയ്ക്കാണ്. അപ്പോൾ ചില ഗുണ്ടകൾ വന്ന് നിങ്ങളെ ആക്രമിക്കുന്നു. അപ്പൊ ഇദ്ദേഹം ഗുണ്ടകളെ തിരിച്ചടിക്കുമല്ലേ? അല്ല, ഗുണ്ടകൾ വന്ന് ഹീറോയെ ഇടിക്കും. ആഹാ കിച്ച് മച്ച് എനിക്ക് ഒന്നും മനസ്സിലായില്ല. ഡയറക്ടർ സാർ, ഇത് എന്ത് സീനാണ്? ശരി എല്ലാവരും പോയി സീനിന് വേണ്ടി റെഡിയാവ്. ആഹാ ഇവരെല്ലാം ഇവിടെ നിന്ന് മാറ്റ്. വേഗമാകട്ടെ. ഡയറക്ടർ സാറേ, അപ്പൊ നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങിയാലോ? ഇയാളെ ഇവിടുന്ന് വേഗം മാറ്റ്. അയ്യോ, ദാ ഇതൊക്കെ ഇവിടുന്ന് മാറ്റിക്കോ. ആഹാ ദാ ഇതും കൂടി ഇവിടെ എടുത്ത് മാറ്റിക്കോ. ആഹാ ദാ ഇത് ഇവിടെ വേണമെന്നില്ല. ആഹാ താഴേക്ക് വീഴും. ഇതിപ്പോ ഞാൻ എന്റെ വീട്ടിൽ തന്നെ അകപ്പെട്ടു പോയൊരു ഫീലിംഗാ വന്നോണ്ടിരിക്കുന്നേ. അയ്യോ എന്റെ അമ്മച്ചി. എന്താണോ തനിക്ക് കണ്ണ് കണ്ടൂടെ? ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്ന കണ്ടില്ലേ? ഓൾറെഡി ഫീൽഡ് ക്ലിയർ. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. തനിക്കെന്താടോ കണ്ണൊന്നും കണ്ടുകൂടെ? ഞാൻ പതുക്കെയല്ലേ പോയത്. താനല്ലേ എന്റെ മുന്നിൽ കയറി വന്ന് എന്നെ ഇടിച്ചത്. വണ്ടി കൊണ്ടിടിച്ചിട്ട് വലിയ ആളാവുന്നോ നീ? ഒരു 2000 രൂപ എടുക്കടാ. ഇയാള് കൊള്ളയടിക്കാൻ നോക്കുക. ഞാൻ അങ്ങനെയൊന്നും കൊടുക്കില്ല. പോലീസ് സ്റ്റേഷനിൽ പോകാം. ഇവനെ കുറിച്ച് ശരിക്കും അറിയാത്തോണ്ട് ഞാൻ നിങ്ങളോട് പറയുവാ. ഇവൻ ഈ സിറ്റിയിലെ ഏറ്റവും വലിയ ഗുണ്ടയാ. 2000 രൂപ കൊടുത്ത കാര്യം അങ്ങ് തീരുവല്ലോ. ഇവൻ ഒരു ഇടി ഇടിച്ച ഹോസ്പിറ്റലിൽ ഇതിനേക്കാളും കൂടുതൽ കാശാവും. സംശയമുണ്ടോ? വരുന്നവരൊക്കെ എങ്ങനെയാണോ എന്റെ 2000ന്റെ നോട്ടും കൊണ്ട് പോകുന്നത്? കാരണം നിങ്ങളുടെ കയ്യിൽ 2000ന്റെ നോട്ട് മാത്രമല്ലേ ഉള്ളൂ. പോകാം. വല്ലാതെ വിശക്കുന്നുണ്ട് എനിക്ക്. കന്നാ സാറേ, ലഞ്ച് വാങ്ങിച്ചു തരൂ. ഇവിടെ ആരും ഇല്ലല്ലോ. അതുകൊണ്ടാ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നേ. നമുക്ക് ഉടൻ തന്നെ ആഹാരം കിട്ടും. ഇവിടെ വരൂ. നിങ്ങളല്ലേ വെയിറ്ററിന്റെ വേഷിട്ടിരിക്കുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് വരൂ. വേഷം എന്ന് വെച്ചാല് പണ്ട് ഇദ്ദേഹം നാടകത്തിൽ നല്ല വേഷം ചെയ്യുമായിരുന്നു. അപ്പോഴാ വെയിറ്ററായിട്ട് മാറിയത്. സംശയമുണ്ടോ? നേരത്തെ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ നീ എക്സ്പ്ലെയിൻ ചെയ്തത് കൊണ്ട് ഇപ്പൊ എല്ലാ സംശയവും മാറി. നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കാതെ എന്താണെന്ന് ഓർഡർ തരൂ. എന്താണ് കഴിക്കുന്നതെന്ന് വേഗം പറയൂ. മട്ടർ പനീർ, പാലപ്പനീർ, കടായി പനീർ, പനീർ വസന്ത, പനീർ ടിക്ക, പനീർ കുറുമ, പനീർ കോസ്ത, ബനായി കോസ്ത, നവരത്നി കോസ്ത, നവരത്നി പുലാവു. പറയൂ. എല്ലാം ഓരോ പ്ലേറ്റ് വീതങ്ങ് പോരട്ടെ. ഇതല്പം കൂടുതലല്ലേ? നിങ്ങളുടെ വയറെന്ന കൂടാരത്തിനകത്ത് ഇത്രയും സാധനങ്ങൾ കൊള്ളുമോ? ടീനേജ് വന്ന മുഖത്ത് വരും മുഖക്കുരു. എന്ത് ചോദിച്ചോ അത് വേഗം കൊണ്ടുവരൂ. അടികൈ. മാഡം പറഞ്ഞതൊക്കെ നിങ്ങളൊക്കെ കേട്ടല്ലോ അല്ലേ? ഇന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. ഓക്കേ? ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. വല്ലാതെ ബോറടിക്കുന്നു. ടൈം പാസിന് ഒന്നും തന്നെ ഇല്ല. അത് ചിലപ്പോ ടൈം മര്യാദക്ക് പഠിച്ചു കാണില്ല. അതുകൊണ്ടായിരിക്കും പാസ്സാവാത്തത്. പക്ഷെ 10th വേഗം പാസ്സായിക്കോളും. അതേതാ ആ സ്ഥലം? കാരണം 10 എപ്പോഴും കുത്തിയിരുന്ന് പഠിക്കാറുണ്ട്. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കി പഠിപ്പിക്കുന്നത്? നോട്ടം കണ്ടു കഴിഞ്ഞാൽ ഞാനെന്തോ മണ്ടത്തരം പറഞ്ഞ പോലെയാ.
ഓക്കെ ഓക്കെ സോറി. നിങ്ങൾക്ക് ഇപ്പൊ ടൈം പാസിന് കളിക്കാൻ വേണ്ടിട്ട് ഞാൻ പോയി പാമ്പും കോണി എടുത്തോണ്ട് വരാം ഇങ്ങോട്ട്. ആ അതേതായാലും കൊള്ളാം. വേഗം പോ. അല്ല ഇവനെന്തിനാ ഇപ്പൊ പുറത്തോട്ട് പോയത്? ദാ പിടിച്ച പാമ്പ്. കോണി സിനിമയുടെ CD ഉണ്ട്, കളിച്ചോ. ഇട കഴുതേ, എന്തുവാടാ ഇതൊക്കെ? അതിനെ വലിച്ചെറിയ്. ദാ വലിച്ചെറിഞ്ഞു. ശരിക്കും കഴുതകൾ തന്നെ. പാമ്പിന്റെ പടം കാണാൻ വേണ്ടി ഒറിജിനൽ പാമ്പിനെ CD എടുത്തോണ്ട് വന്നിരിക്കുക. ഇവിടെ നിന്നാ എന്റെ കഥ കഴിയും. വേഗം രക്ഷപ്പെടാം. എന്താ എന്ത് പറ്റി ബോറാറെ? എടാ അല്പസമയത്തിൽ മാഡം വരാൻ പോവുകയാണ്. അത് ശരി, മേഡം വരാറായല്ലേ? മേഡം വരാറായിരുന്നു. എടോ വേഗം ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്ക്. മതി മതി, നിർത്താൻ നോക്ക്. കുറെ നേരമായി ഷൂട്ട് ചെയ്യുന്നു. എല്ലാം വേഗം പാക്ക് ചെയ്യ. തന്നോട് ഇനി എന്താ ലെറ്റർ അയച്ച് പറയണോ? ചെവി കേട്ടുകൂടെ? സ്റ്റോപ്പ് ചെയ്യാൻ. ഹലോ മേഡം. ഹായ് കുട്ടികളെ, ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? അല്ലേ വീടെന്താ ഇങ്ങനെ? നമ്മുടെ വീട്ടിലെന്താ ഷൂട്ടിംഗ് നടക്കുവാണോ? നിങ്ങൾ എന്താ പറയാതിരുന്നത്? എനിക്ക് ഷൂട്ടിംഗ് എന്ത് ഇഷ്ടമാണെന്ന് അറിയോ? ഓ വാവ്. അപ്പോ ഷൂട്ടിംഗ് ടീമൊക്കെ എവിടെ പോയി? കാണാൻ എന്താ ഭംഗി. നിങ്ങളുടെ ലൈഫ് മാറും. ഞാൻ വെള്ളക്കാരുടെ കാലം തൊട്ട് ഡയറക്ടറാണ്. എന്റെ പേര് സഞ്ജയ് ലീല രോഹിത് ഷെട്ടി. മനസ്സിലായോ? ഓ ഹായ് ഡയറക്ടർ സർ, എന്റെ പേര് കാട്കർ, ഓണർ ഓഫ് ദിസ് ഹൗസ്. എന്റെ അടുത്ത പടത്തിന് പറ്റിയ ഹീറോയിനെ ദാ ഈ നിമിഷം എനിക്ക് കിട്ടിയിരിക്കുന്നു. ബാക്കിയുള്ള ഷൂട്ടിംഗ് എല്ലാം വേറെ ലൊക്കേഷനിൽ മതി. പാക്കപ്പ്. വാവ്, നമ്മൾ എന്തായാലും എത്തിക്കഴിഞ്ഞു. സാർ ടാക്സി വേണോ? കുറഞ്ഞ വിലയിൽ ടാക്സി. ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ വേറെ 7 ദിവസത്തേക്ക് അടിച്ചൊളിക്കാൻ വേണ്ടി വന്നതാ. ടാക്സി വാങ്ങിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഇട കഴുതേ, ഇവര് ടാക്സി വാടകയ്ക്ക് തരുന്ന കാര്യമാ പറഞ്ഞേ. വെറും 500 മതി സാർ. സാർ ഞാൻ 400 കൊണ്ടുപോകും. സാറേ എനിക്ക് 300 മതി സാർ. ബൊട്ടാണിക്കൽ ഗാർഡിലേക്ക് കൊണ്ടുപോകും സാർ. ഈ മ്യൂസിയം മുഴുവൻ ഞാൻ കാണിച്ചു തരാം. സാറേ ഒരു 150 രൂപയെങ്കിലും തരണം സാറേ. സാറേ സാറേ ഞങ്ങൾക്ക് വേണ്ട, ഇത് വളരെ കൂടുതലാണ്. ടാക്സി ഉള്ള ഗൈഡ്. ടാക്സി ഉള്ള ഗൈഡ്. ടാക്സിക്ക് മാത്രം കാശ് തന്നാ മതി. ഗൈഡ് ഫ്രീ. എന്റെ പേര് ഗൂഫി. നാട് കാണിക്കലാണ് എന്റെ ജോലി. ആരും പോകാത്ത സ്ഥലത്ത് ഞാൻ കൊണ്ടുപോയി കാണിക്കാം. അങ്ങോട്ടേക്ക് ആരും വന്നിട്ടില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതുപോലത്തെ ഒരു സ്ഥലം നിങ്ങൾക്കറിയാൻ സാധ്യതയില്ല. അവിടേക്ക് ഞാൻ കൊണ്ടുപോകാം. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ആ സ്ഥലം അറിയാം? ഞാൻ ജനിച്ചത് ഇവിടെ തന്നെയാണ്. എന്റെ അച്ഛനാണ് എനിക്ക് ഈ സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിച്ചു തന്നത്. മാത്രവുമല്ല എന്റെ കൈവശം ടാക്സിയുമുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് 2 പേരുടെ ആവശ്യമേ ഇല്ല. ഡ്രൈവർ കം ഗൈഡ്. ആലോചിച്ചു നോക്കൂ, 500 രൂപയ്ക്ക് 2 നിങ്ങൾക്ക് കിട്ടും. ഇതെന്തായാലും കൊള്ളാലോ. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കേ, പക്ഷെ നമ്മൾ അതിനു മുമ്പ് ഏതെങ്കിലും ഹോട്ടലിലേക്ക് പോകണം. ഹോട്ടൽ എന്തിനാ? എന്റെ വീട് തന്നെ ഗസ്റ്റ് ഹൗസ് ആണ്. അവിടെ തന്നെ താമസിക്കൂ, അവിടെ നിന്ന് തന്നെ കഴിക്കൂ. 1 1 ഫ്രീ. ആഹാ അടിപൊളി. പാക്കേജ് കിട്ടിയിട്ടുണ്ട്. വേഗം വരൂ, എന്റെ ടാക്സി അവിടെയാണുള്ളത്. ഇതാണ് നിങ്ങളുടെ റൂം. വെരി ഗുഡ്. ബെഡ് എവിടെയാണ്? ഇവിടെ ഒന്നും തന്നെ ബാഡ് ആയിട്ടില്ല. എല്ലാം ഗുഡ് ആണ്. ഗുഡ്. കിടക്കാനുള്ള കിടക്ക എവിടെന്നാ ചോദിച്ചേ? ഓ ബെഡ് അത് ഇവിടെ തന്നെ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. എവിടെ പോയി? അതെന്താ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് പോയതാണോ? ആ ഇപ്പോഴാണ് ഓർമ്മ വന്നത്. അത് റിപ്പയറിന് കൊടുത്തിരിക്കുകയാണ്. അതെപ്പോഴാ? അത് 2 ദിവസം മുന്നെയാണ്. ഞാൻ തന്നെ കൊണ്ട് കൊടുത്തത്. പക്ഷെ മറന്നുപോയെന്നേ. ഞാൻ നാളെ കൊണ്ടുവന്നേക്കാം. ഇന്നെന്തായാലും നിലത്ത് കിടക്കുന്നേ. നിലത്ത് കിടന്നാൽ പെട്ടെന്ന് ഉറക്കം വരും. നാളെ മറക്കാതെ കൊണ്ടുവരണം. ശരി, നിങ്ങൾ എന്തായാലും ഫ്രഷ് ആയിക്കോളൂ. ഞാൻ പോയി ഡിന്നർ റെഡിയാക്കാം. അയ്യോ അല്ല, വാതിലിവിടെ പോയി. എനിക്ക് തോന്നുന്നത് ആരോ ഇവിടെ നേരത്ത് മാറ്റിയെന്നാണ്. വേഗം വാ, നമുക്ക് ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാം. ഇതാ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്പെഷ്യൽ നവരത്ന പുലാവ്.
ഇത് തണുത്തിരിക്കുകയാണല്ലോ, സംശയമുണ്ടോ? അതെയോ? അപ്പൊ ഞാൻ എന്താണ് ചൂടാക്കിയത്? താൻ എന്തായി ചെയ്തത്? എന്റെ കൈന്റെ പണി തീർന്നു. കുടിക്കാനായിട്ട് ഇത്രയും ചൂടുള്ള വെള്ളമോ? ഓ മൈ ഗോഡ്, ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. ഞാൻ ചൂടാക്കിയത് വെള്ളമായിരുന്നു. നിങ്ങൾ എന്തൊരു മനുഷ്യനാ! ആഹാരത്തിന് പകരം വെള്ളമാണോ ചൂടാക്കേണ്ടത്? സോറി സാർ, നാളെ മുതൽ ഒരു തെറ്റ് സംഭവിക്കില്ല. നമ്മൾ നാളെ രാവിലെ തന്നെ സ്ഥലങ്ങൾ കാണാൻ പോകുന്നു. ഇന്ന് വിട്ടേ പറ്റൂ. എന്റെ ദേഹത്തെങ്ങാൻ തൊട്ട് കഴിഞ്ഞാൽ ഒരുത്തനെയും ഞാൻ വെറുതെ വിടില്ല. നിന്നെ കൊണ്ട് ഞങ്ങളെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ആണോ? എന്നാ പിന്നെ ദാ ഇത് പിടിച്ചോ. And cut. ആ? ല, ല, ല. Nice shot. കൊച്ചളിയ, ഇവർ 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതുവരെ വർക്ക് തീരുന്നില്ലല്ലോ. തീർച്ചയായിട്ടും ഇവരോട് സംസാരിക്കേണ്ടി വരും നമുക്ക്. കൈ പൊക്കി കഴിഞ്ഞാൽ നടക്കുന്ന ലാടി, കാല് പൊക്കി കഴിഞ്ഞാൽ ഇവിടെ നടക്കും നല്ല ഡാൻസ്. 5 മിനിറ്റ് എന്ന് പറഞ്ഞപ്പോ 5 മണിക്കൂറായി, സംശയമുണ്ടോ? അയ്യോ എഴുന്നേക്ക്. ഈ ഷൂട്ടിംഗ് ഞാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ആ? നിങ്ങൾ 5 മിനിറ്റത്തെ ജോലി ഉള്ളൂ എന്നല്ലേ പറഞ്ഞത്? ദേ നോക്കിയേ, ഇപ്പൊ വൈകുന്നേരം ആയി. 5 മിനിറ്റ് എന്ന് പറഞ്ഞ ഈ പടത്തിന്റെ പേരാണ്. അതെ, 5 മിനിറ്റ് എന്ന് പറഞ്ഞത് പടത്തിന്റെ പേരാണ്. ഈ 5 മിനിറ്റ് എന്ന പടത്തിലെ ഇനി ഒരുപാട് ജോലികൾ ബാക്കിയുണ്ട്. എന്റെ അമ്മച്ചി, ഇത്രയും വലിയ ചതിയോ? ഇതപ്പോ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? ഈ 5 മിനിറ്റ് എന്നുള്ള പടത്തില് ഒരു ദിവസം മുഴുവൻ ചെയ്യാനുള്ള ജോലി ഉണ്ടെന്ന്. ഇത് 2 ദിവസം കൊണ്ട് തീരുള്ളെന്നാ എനിക്ക് തോന്നുന്നത്. സോറി. പഴക്കമുണ്ട്, പക്ഷെ അടിപൊളി ഒരു കോട്ട തന്നെയാ. സംശയമുണ്ടോ? ഗോപി, ഈ കോട്ടയുടെ ചരിത്രത്തെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരൂ. ഇതിന്റെ ചരിത്രം വേറൊന്നുമല്ല. ഇവിടേക്ക് ആര് വരുന്നോ അവര് ജീവനോടെ തിരിച്ചു പോവില്ല. കാരണം ഇത് പ്രേതക്കോട്ട എന്നാണ് പറയാറ്. ആ പ്രേതം തന്നെയാ, നന്നായിട്ട് കരയുന്നുണ്ട്. കഴുതേ, പ്രേതം എന്തിനാ കരയുന്നേ? ഇതേതോ കുട്ടിയുടെ ശബ്ദം പോലെ ഉണ്ടല്ലോ. അത് കുഞ്ഞായി മാറി കരയുകയാണ്. കൂട്ടുകാരെ, കുട്ടി നമ്മുടെ സഹായം ചോദിക്കുകയാണ്. ട്രാപ്പാണ്, ട്രാപ്പാണ്. നിങ്ങൾ അങ്ങോട്ട് പോകരുത്. ഞങ്ങൾ എന്തായാലും പോവുക. കിഡ്നാപ്പായ കുട്ടികളെല്ലാം പ്രേതമായി മാറിയോ? അതെ, ഈ കുട്ടികളെല്ലാം കിഡ്നാപ്പ് ചെയ്യപ്പെട്ട കുട്ടികളാണ്. നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് ഭയങ്കര മണ്ടത്തരമായി പോയി. ഞങ്ങള് മണ്ടത്തിലൊന്നും കാണിച്ചിട്ടില്ല. ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ വേണ്ടിട്ടാ ഇങ്ങോട്ട് വന്നത്. വന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിങ്ങളോടൊന്ന് ജീവനോടെ തിരിച്ചു പോവില്ല. ഞങ്ങൾ തിരിച്ചു പോകും. പക്ഷെ ഒരു കാര്യം, വെറും കൈയോടെ അല്ല, നിന്നെ കൊണ്ടേ പോകൂ. കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യുന്നു. നിങ്ങൾ 5ഉം ഞങ്ങൾ 12 പേരും നിന്റെയൊക്കെ പണി ഞാൻ തീർക്കും. പിടിക്കവന്മാരെ, ഇവിടെ നിവന്മാർ ഒരിക്കലും രക്ഷപ്പെട്ടു പോകാൻ പാടില്ല. ഞങ്ങൾ എന്തിനു പോണം? നിന്നെയും കൊണ്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. കുട്ടികളെ, വേഗം ചുവരിന് പുറകെ പോയി മറഞ്ഞു നിൽക്ക്. ഇതെന്താണ് ഈ വണ്ടി സ്റ്റാർട്ട് ആവാത്തത്? ചാബി കറക്റ്റ് ആണല്ലോ. ഹലോ, മര്യാദയ്ക്ക് പുറത്തിറങ്ങിക്കോ. ഇത് എന്റെ ടാക്സിയാണ്. താക്കോല് കറക്റ്റ് ആണ്. വണ്ടി മാറിപ്പോയി. വരൂ, എന്റെ വണ്ടിയിൽ പോകാം. സ്വന്തം ടാക്സി പോലെ വരാത്ത ഇവനാണോ ഇവരെ കൊണ്ട് നാട് കാണിക്കാൻ പോകുന്നത്? പേടിക്കണ്ട, ഗൂഫി എന്നാണ് എന്റെ പേര്. നാട് കാണിക്കലാണ് എന്റെ ജോലി. ഇയാളെ കണ്ടിട്ട് ചെറിയൊരു കഴുതയെ പോലെ തോന്നുന്നുണ്ട്. കഴുതകൾക്ക് കഴുതയെ മനസ്സിലാകൂ. വന്നിരിക്കണം സാർ, ഇരിക്കൂ. എല്ലാത്തിനും സാറിന് പറയുന്നത് സോർദാറാ. താൻ ആദ്യം വണ്ടി സ്റ്റാർട്ട് ചെയ്യേ. ഇത് ചിലപ്പോ വേറെ വല്ലവരുടെ വണ്ടി ആയിരിക്കും. സംശയമുണ്ടോ?
അല്ല, ടൂറിസ്റ്റുകൾ എവിടെ പോയി? നിങ്ങൾ കയറിയെന്നാ ഞാൻ കരുതിയത്. ഞാൻ പറയുന്നത് കേക്ക്, ഇയാള് കഴുതയാണ്. അവിടെ മിണ്ടാതിരിക്കടാ. അല്ല, താനെന്തിനാ ഇങ്ങനെ പിന്നോട്ട് പോകുന്നത്? ഓ സോറി, ഞാൻ റിവേഴ്സിലാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. ഗിയർ മാറ്റാൻ മറന്നുപോയി. അത് തന്നെ, ഐസ്ക്രീം ഞാൻ തന്നെ ഓർഡർ ചെയ്തത്. ഞാൻ പോയി വാങ്ങാം. ആ പറയൂ, എത്രയായി? സാർ 130 രൂപയാണ് സാർ. ദാ. സാർ എന്റെ കയ്യിൽ ചില്ലറയില്ല. എടോ, താനെടുക്കേണ്ട കാശ് എടുത്തിട്ട് ബാക്കി പെട്ടെന്ന് തരാനായിട്ട് നോക്ക്. എടോ കന്ന, ചില്ലറയുണ്ടോ കയ്യില്? ആ എന്നാ പിന്നെ നീ തന്നെ കൊടുക്ക്. എല്ലാം ഒന്ന് തന്നെയാണല്ലോ. ആ ഞാൻ മുകളിൽ പോയി എന്റെ ടവൽ ഒന്ന് വിരിച്ചിട്ട് വന്നേക്കാം. നിങ്ങളെല്ലാരും കാപ്പി കുടിച്ചോ? എന്നാ സാറേ, ഇയാളങ്ങോട്ട് തലയിൽ മുളകരക്കാണ്. എവിടെയാടാ മുളക്? ഞാൻ കാണുന്നില്ലല്ലോ. എടാ കഴുതേ, തലയിൽ മോള കറിക്കാന്ന് വെച്ചാ അത് പൈസ അടിച്ചു മാറ്റുന്നു എന്നാണ് അർത്ഥം കേട്ടോ. പക്ഷെ എന്റെ കൂട്ടുകാരൻ എന്നെ ഒരു കാര്യത്തിന് പറ്റിച്ചിട്ടേ ഇല്ല. എപ്പോഴും നമുക്ക് സത്യമാണ് അറിയേണ്ടത്. അവൻ എന്റെ കൂട്ടുകാരനാണ്. അവൻ എന്തിനാണ് മോഷ്ടിക്കേണ്ടത്? കന്നാ സാർ, അങ്ങൊരു പാവത്താനാണ്. എടാ, അത് സത്യം തന്നെ. എന്ന് വെച്ചാ നീ എന്നെ ഇങ്ങനെ ഒരുപാട് പൊക്കല്ലേ. ഐസ്ക്രീം. എന്നാ സാറേ, ഐസ്ക്രീം കഴിക്കാം. അതെ അതെ, ഞാനും കഴിക്കണമെന്ന് വിചാരിച്ചതാ. മണിയടിച്ചാൽ സ്കൂളിൽ പോകണം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഐസ്ക്രീം വേണം. അതെ ഭായ്, ഇങ്ങനെ കവിത പറയുകയാണെങ്കിലേ ഞാൻ ഇവിടെ നിന്ന് പോയേക്കാം. എന്റെ ഭായ്, കവിതയിൽ ശ്രദ്ധ വേണ്ട, ജോലിയിലാണ് അങ്ങ് ശ്രദ്ധിക്കേണ്ടത്. തന്റെ കൈ കണ്ടിട്ട് എനിക്ക് വല്ലാതെ പേടിയാവുന്നു. എന്തിനാ പേടിക്കുന്നേ? ഐസ്ക്രീമിന്റെ സാധനങ്ങളൊക്കെ ഈ കൈ കൊണ്ടാ കട്ട് ചെയ്യുന്നത്. പറയൂ, എന്താ വേണ്ടത്? ഐസ്ക്രീം വെക്കുന്ന കടയിൽ ഏതായാലും ഐസ്ക്രീം മാത്രമല്ലേ കൊടുക്കുള്ളൂ. അതെ ഭായ്, ഏത് ഐസ്ക്രീമാ വേണ്ടത്? ഡംബൽ, വീറ്റ്, പ്ലേറ്റ്, പുള്ളി, സ്പ്രിംഗ്, ഏതാ വേണ്ടേ? ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ ഐസ്ക്രീമിന്റെ ഫ്ലേവേഴ്സ് ആണ്. ഇദ്ദേഹത്തിന് വ്യായാമം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടാ. ചോക്ലേറ്റ് തരൂ, ചോക്ലേറ്റ്. 180 രൂപ. അത് ഞാൻ തരാം. 2000 രൂപയ്ക്ക് ചില്ലറയുണ്ടോ? കന്നാ സാറേ, നിങ്ങൾ പണ്ട് വാങ്ങിച്ചത് തന്നെ ഒരു 1850 രൂപ തരാനുണ്ട്. എടുത്തോ. അപ്പൊ അത് പിന്നെ എന്റെ കാശാണ്. നമ്മളല്ല ഒന്നല്ലേ, സംശയമുണ്ടോ? 1850 ഒരു 150. അപ്പൊ 2000 രൂപ തീർന്നല്ലോ. താങ്ക് യു. അയ്യോ, കാലം തന്നെ. എനിക്ക് കാർ ഓടിക്കാൻ പറ്റില്ല. അത് കുഴപ്പമില്ല, ഈ കാർ സാറ് തന്നെ ഓടിക്കും. അതിനെന്താ ഒരു കുഴപ്പം? ടാക്സി വാടകയ്ക്ക് എടുത്തിട്ട് നമ്മൾ എന്തിനാ പിന്നെ ഇങ്ങനെ നടന്നു പോകുന്നത്? ട്രക്കിങ്ങിനൊപ്പം തന്നെ സൈറ്റ് സീനും കാണുക. ഒന്നിന് ഒന്ന് ഫ്രീ. ഫ്രീ ഫ്രീ എന്നൊക്കെ പറഞ്ഞ് നമുക്കിട്ട് പണി തരികയെന്നാ തോന്നുന്നേ. സംശയമുണ്ടോ? നമ്മൾ എന്തിനാണ് ഈ കാട്ടിലേക്ക് വന്നത്? അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. നമ്മൾ പോകുന്ന സ്ഥലത്തിനിടയ്ക്ക് കാട് എങ്ങനെയാണ് വന്നത്? അല്ല, കാടെന്താ ഒരു രാത്രി കൊണ്ട് വളർന്നതാണോ? എടാ, ഇയാൾ മാപ്പ് തറകുത്തനെ പിടിച്ചിരിക്കുന്നേ. ആഹാ, അത് തന്നെയാണ് ഞാനും ആലോചിച്ചുകൊണ്ടിരുന്നത്. ഇത് പുലികളുള്ള കാടാണ്. ഞാൻ എപ്പോഴേ പറഞ്ഞതല്ലേ, ഇയാള് കഴുതയാണ്. ആ, ഇവൻ നിന്നെക്കാളും വലിയ കഴുതയാ. സംശയമുണ്ടോ? ഓടിക്കോ. അയ്യോ. അച്ഛാ, അച്ഛാ, അച്ഛാ. ഒരു വശം പുലി, മറുവശം കൊരങ്ങൻ. ഈ കാട്ടിൽ ഞാൻ എവിടെ ഓടി രക്ഷപ്പെടും? വെള്ളത്തിലോട്ട് ചാടിക്കോ.